എന്തല്ല എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. ഒരു വ്യാഴാഴ്ച ദിവസം നമ്മുടെ ജോലിക്ക് പോയി വന്നിട്ട് എന്തൊക്കെയാണ് പിന്നെ വീട്ടിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ലൈഫ് ആഫ്റ്റർ ജോബ്. ഞങ്ങളിവിടെ ഗൾഫിൽ താമസിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിവിടെ നിൽക്കണമെങ്കിൽ നമുക്ക് വിസ വേണം. അപ്പോൾ എൻ്റെ 2 വർഷത്തെ വിസ കഴിഞ്ഞു. വീണ്ടും നമ്മൾ റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പോകേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി രാവിലെ മുതലേ ഞാൻ അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഉച്ചക്കത്തെ ഫുഡ് നമ്മളിന്ന് പുറത്തുനിന്നാണ് കഴിച്ചത്. ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം രാത്രിത്തെ ഫുഡ് ഞങ്ങൾ ഉണ്ടാക്കുകയാണ്. കാരണം വെള്ളിയാഴ്ച ആയത് കാരണം ഞങ്ങൾക്ക് ലീവാണ്. അപ്പോൾ നാളെ നേരത്തെ എണീക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവിടെ അങ്ങനെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് രാത്രിത്തെ ഫുഡ് സമാധാനത്തിൽ വീട്ടിൽ വന്നിട്ട് ആക്കാമെന്ന് വിചാരിച്ചു. അതിൽ വരുന്ന സമയത്ത് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചിക്കനൊക്കെ അവൻ തന്നെയാണ് ഇവിടെ സാധാരണ ചിക്കൻ കട്ട് ചെയ്യാറ്, മീനൊക്കെ കട്ട് ചെയ്യാറിൽ അതിൽ തന്നെയാണ്. ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയാവും. മെയിൽ ഈഗോ തീരെ ഇല്ലാത്ത ഒരാളാണ്, ഭയങ്കര ഡൗൺ ടു എർത്താണ്. അതുപോലെ തന്നെ എന്ത് കാര്യങ്ങളും എന്ത് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിലും ചെയ്തു തരും. എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മാത്രം മതി. എനിക്ക് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ സ്വന്തമായിട്ട് തന്നെ ജോലിയെല്ലാം ഏറ്റെടുത്ത് ചെയ്യുന്നൊരു വ്യക്തി കൂടിയാണ് അതിൽ. ഇന്ന് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഒന്ന് ചെറിയൊരു മസാല പോലെ ഉള്ളിയും തക്കാളിയൊക്കെ മുറിച്ചിട്ട് ആക്കാമെന്നാണ് വിചാരിച്ചത്. അതുതന്നെയാണ് ആക്കിയതും. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ഇതൊക്കെയാണ് അതിൻ്റെ അത് ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സാധാരണ മീൻ പൊരിക്കുന്ന പോലെ തന്നെ കുറച്ച് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ മസാല ഇട്ടിട്ടുള്ളത്. അതിന് കൂടാണ്ട് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തിട്ട് അതും കൂടി ഇട്ടിട്ടുണ്ട്. കുറച്ചധികം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്, ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ടേസ്റ്റ് നല്ല ഇഷ്ടമാണ്. പോരാത്തത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ്. പല അസുഖത്തിനെയും ഓവർകം ചെയ്യാനുള്ള ബെനിഫിറ്റ്സ് വെളുത്തുള്ളിക്കും ഇഞ്ചിക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് കുറച്ച് കൂടുതലാക്കി തന്നെ ഇട്ടു. അതിനുശേഷം നമ്മൾ ഇൻസ്റ്റൻറ്റ് ചപ്പാത്തിയാണ് വാങ്ങിയിട്ടുണ്ടായിട്ടുള്ളത്. അതും ഞാൻ ചപ്പാത്തി ആക്കി. അപ്പോൾ അതിൽ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് അതൊക്കെ വഴറ്റുന്നുണ്ടായിരുന്നു. അടുക്കളയിൽ ഞാൻ എപ്പോൾ ജോലിക്ക് വരുന്ന സമയത്തും ഞാൻ ഹാർത്തിക്കിനെയും കൂടെ കൊണ്ടുവരാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ തന്നെ ഇതൊക്കെ കണ്ട് വളരുന്ന സമയത്ത് അവൻ വലുതാവുമ്പോൾ അവനും ഇതേപോലത്തെ ഒരു മെൻറ്റാലിറ്റി ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാണ്. എല്ലാവരും ഒരുപോലെയല്ലല്ലോ. ഇന്നത്തെ കാലത്തും ഭാര്യമാരെ അടുക്കളയിൽ സഹായിക്കാത്ത ഒരുപാട് ഭർത്താക്കന്മാർ എനക്കും അറിയാം. പക്ഷെ അവർ വിചാരിക്കുന്നത് ഭാര്യനെ സഹായിച്ചത് കൊണ്ട് എന്തോ പെൺകൊന്തനായിപ്പോയി ഒരു ഫീലിങ്സാണ് അവർക്ക് ഉണ്ടാവുന്നത്. പക്ഷെ അതൊന്നും തെറ്റാണ്. കാരണം നമ്മൾ ഒരു ഫാമിലിക്ക് വേണ്ടി നമ്മൾ കഷ്ടപ്പെടുന്ന സമയത്ത്, ജോലിക്ക് പോയി വീട്ടിൽ വന്ന് ജോലിയൊക്കെ ചെയ്ത് കഷ്ടപ്പെടുന്ന സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ട് എന്നറിയുന്നത് നമുക്ക് ഭയങ്കര ആശ്വാസമുള്ളൊരു കാര്യമാണ്. അത് മാത്രമല്ല, അത് നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ ഡെപ്ത് കൂട്ടാനേ സഹായിക്കുള്ളൂ. ഞങ്ങൾ ഇതേപോലെ ഓരോന്ന് ഉണ്ടാകുന്നതിൻ്റെ ഇടയിൽ ഹാർത്തിക്ക് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ആ ചിക്കനെ എന്തിനാ കൊന്ത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളായിരുന്നു ഉള്ളത്. പക്ഷേ നമുക്ക് തിന്നണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവൻ ഓക്കെ ആയി. പിന്നെ അതിലും ഹാർത്തിക്കും കുറച്ച് സമയം ഇങ്ങനെ കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലാ ദിവസവും ഇതുപോലൊന്നുമല്ല കേട്ടോ. ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം നാളെ നമുക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടതില്ലല്ലോ. അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ രാവിലെ തന്നെ ഫുഡ് ഉണ്ടാക്കി വെക്കും. അത് ചൂടാക്കിയിട്ടാണ് രാത്രി വന്ന് കഴിക്കുന്നത്. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ എന്ത് ചെയ്ത് ചിക്കൻ വരട്ടിയൊക്കെ വെച്ചതിന് ശേഷം അതിനകത്ത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഉണ്ടായിരുന്നു. ബാക്കി അതും കൂടെ ഇട്ട് ഫ്രൈ ആക്കിയതിന് ശേഷം എല്ലാം കൂടി ഒന്നിട്ട് മിക്സ് ആക്കി. പക്ഷേ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് വെളിച്ചെണ്ണ കൂടിപ്പോയി. പക്ഷേ നിങ്ങൾ ഇത് ഉണ്ടാക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര വെളിച്ചെണ്ണ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഞങ്ങൾ 2-3 തവണയൊക്കെ ആയി പൊരിച്ചത് കൊണ്ടാണ് ഇത് വെളിച്ചെണ്ണ ഇത്ര കൂടിപ്പോയത്. വെളിച്ചെണ്ണ ആരോഗ്യത്തിന് അത്ര നല്ല കാര്യമല്ല, എല്ലാവർക്കും അറിയാം. അപ്പം നമ്മുടെ ബാഡ് കൊളസ്ട്രോൾ അടിഞ്ഞു കൂടാനൊക്കെ കാരണമാവും. അതുകൊണ്ട് ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇന്ന് രാവിലെ മുതലുള്ള വേദികളെല്ലാം പാട്ടത്തിനെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ലൈമാക്കി. പിന്നെ കുറച്ച് സാലഡ് ഞങ്ങൾ എപ്പോഴും ഫുഡിൻ്റെ കൂടെ കഴിക്കുന്നതാണ്. കാരണം സാലഡ് ഇല്ലാത്തൊരു ഫുഡ് നമ്മൾക്കില്ല ആക്ച്വലി. രാത്രിത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. കാരണം വെച്ചാൽ രാത്രി ഞങ്ങളങ്ങനെ ഒരുപാട് ഹെവി ആയിട്ട് ഫുഡ് കഴിക്കുന്ന ആൾക്കാരല്ല. വർക്കൗട്ടും കാര്യങ്ങളും അത്യാവശ്യം ഡയറ്റൊക്കെ നോക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഉച്ചയ്ക്ക് എന്തായാലും ഞങ്ങൾ ചോറ് തന്നെയാണ് കഴിക്കുന്നത്. റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ലൈമാണ് ഇന്ന് അതിൽ ഉണ്ടാക്കിയത്. ഫുള്ള് ക്രിയേറ്റീവായിട്ടാണ് അവൻ ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പഞ്ചസാര ഇട്ടിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. പക്ഷേ ഒരുപാട് പഞ്ചസാരയൊന്നും ചേർത്തിട്ടുണ്ടായിട്ടില്ല. ചപ്പാത്തിയും പിന്നെ കുറച്ച് സാലഡും ചിക്കൻ റോസ്റ്റും, ഇതാണ് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ചത്. അപ്പം ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളിത് റെസിപ്പി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്രക്കാരം വെളിച്ചെണ്ണ ഇടേണ്ട ആവശ്യമില്ല. കാരണം ഇത് ബൈ മിസ്റ്റേക്ക് ഞങ്ങൾ 2 തവണയൊക്കെ ആക്കിയപ്പോൾ പെട്ടിപ്പോയതാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ see you tomorrow.